കലക്കും തൃശ്ശൂരിലേക്ക് തിരികെ എത്തുമ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് തള്ളിയാൽ മതിയോ? പോരാ, പെർഫോമൻസിലേക്ക് പോകണം. ഇതാ പെർഫോമൻസുമായി നമുക്കൊപ്പം ഒരു കുഞ്ഞു കലാകാരിയുണ്ട്. മോളെ പേരെന്താ? ദിയ സുരേഷ്. വയലിനാണ് കയ്യിൽ വെച്ചിരിക്കുന്നത്. മേഘ ഇങ്ങനെ നോക്കുക, വയലിനാണോ ഗിറ്റാറാണോ എന്താ പറയുന്നത്? വേഗം മൈക്ക് എന്റെ കയ്യിലേക്ക് തന്നു നീ പറഞ്ഞതൊക്കെ. അപ്പൊ വയലിൻ മാത്രമായിരുന്നോ ഇത്തവണ മത്സരം? ഇന്ന് കഥകളി സംഗീതവും കൂടെ ഉണ്ട്. അത് 9 മണിക്ക് തുടങ്ങും. അപ്പൊ ഇൻസ്ട്രുമെന്റ് വായന മാത്രമല്ല വോക്കലും ഉണ്ട്. അപ്പൊ നമുക്ക് പാടാം, ആടാം, ആസ്വദിക്കാം. ഓക്കെ, അപ്പൊ വയലിനാണ് വായിക്കുന്നത് അല്ലേ? വായിച്ചോളൂ. ഞാൻ നോക്കുമ്പോൾ സ്വാതി ഇവിടുന്ന് സൈഡിൽ നിന്ന് നല്ല നൈസായിട്ട് താളമൊക്കെ പിടിക്കുന്നുണ്ട്. സ്വാതി ശരിക്കും ഈ രാഗം അറിഞ്ഞിട്ടൊന്നുമല്ല താളം പിടിച്ചത്. സ്വാതി സിനിമാ പാട്ടിന്റെ ആളാണ്. സ്വാതിക്ക് വേണ്ടി ഒരു സിനിമാ പാട്ട് വായിച്ചു കൊടുത്താലോ നമുക്ക്? നമ്മുടെ വായുരാജ്, നമ്മുടെ സ്വന്തം ബാബുക്കായുടെ പാട്ട്. മോളെ താങ്ക് യു സോ മച്ച്. പോവല്ലേ, എഴുന്നേറ്റ് പോവല്ലേ, ഇനിയും വായിക്കണം എന്നല്ലേ പറയാൻ തോന്നുന്നത്. ഒരു പാട്ട് കൂടെ. ഇപ്പോൾ വായിച്ച ഒരു പുഷ്പമായാലും അമ്പിളിക്കല ചൂടുമായാലും എല്ലാം പഴയ പാട്ടുകളാണ്. ഈ ജെൻസി കാലത്ത് എങ്ങനെയാ പഴയ പാട്ടിലേക്ക് പോയത്? അതിന്റെ ഒരു ക്രേസ് എങ്ങനെയാ? എനിക്ക് പൊതുവെ പഴയ പാട്ടാണ് ഇഷ്ടം. എൻ്റെ അച്ഛൻ അധികം രാവിലെ എണീച്ചാൽ ഈ വസന്തഗീതങ്ങൾ അത് മാത്രമേ കേൾക്കാറുള്ളൂ. അപ്പൊ എനിക്കും ആ ഒരു ഇഷ്ടമാണ്. ടേസ്റ്റ് അതായിരിക്കും. അപ്പം ഒരു പാട്ട് കൂടി ആയാലോ? വിടാൻ തോന്നില്ല. എന്തെങ്കിലും ഒരു പാട്ടുണ്ടോ? ഡിമാൻഡ് ഉണ്ടോ? പാടാണോ? അല്ല, പാടാൻ ഞാൻ പാടിക്കോളാം.
ഒന്നും പറയാനില്ല. അടിപൊളി. അപ്പൊ പാട്ട് പാടുന്ന നേരത്തെ തന്നെ പറഞ്ഞതാണ്, അവളെ കൊണ്ട് പാടിപ്പിക്കണ്ടേ? പാടിപ്പിക്കാതെ ഒരു പാട്ട് പാടുന്നതായാലോ? ഓക്കെ. മേഘ ചോദിക്കുന്നുണ്ട്, ഈ മൈക്ക് മാറ്റി വയലിൻ തരിച്ചു പിടിച്ചാൽ അത് ഗിറ്റാർ ആവുന്നില്ലല്ലോ? അപ്പൊ നമുക്ക് പാട്ടിലേക്ക് പോവാം മോളെ. യമുന വെറുതെ പാടുന്നു, യാദവം ഹരിമാധവം ഹൃദയഗാനം, നന്ദനം ഹരിചന്ദനം ശൗരേ കൃഷ്ണ, വിരഹമധുവാമൊരുവൾ പാടി വിധുരമാമൊരു ഗീതം, വിരഹമധുവാമൊരുവൾ പാടി വിധുരമാമൊരു ഗീതം, ഒരു മൗന സംഗീതം. യമുന വെറുതെ പാടും. കേട്ടത് മനോഹരം, കേൾക്കാത്തത് അതിമനോഹരം എന്നൊക്കെ പറയുന്നത് നിർത്താൻ തോന്നുന്നില്ല. അതെ, വയലിൻ വായനയാണോ ഏറ്റവും ഇഷ്ടം? ഇല്ല, പരിചയപ്പെട്ടില്ല. കോഴിക്കോട് ജില്ലയിൽ ഹാട്രിക്കാണ്, മൂന്നാമത്തെ പ്രാവശ്യമാണ് വയലിന് വരുന്നത്. കൊയിലാണ്ടി മാപ്പിള സ്കൂൾ. കൊയിലാണ്ടി. എന്റെ പേര് ദിയ. കൊയിലാണ്ടി തന്നെ, പന്തലായനി. പന്തലായനി കൊല്ലം. യെസ്. അപ്പോൾ ദിയക്കുട്ടിയുടെ മാസ്മരിക പെർഫോമൻസ് ആണ് നമ്മൾ കണ്ടത്.